ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ നന്നായിട്ട് ആരെടുത്തിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും വേണ്ട. വളരെ സോഫ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തത്. പൊടിച്ച് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5-6 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വേണം. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തത്. ഇതുപോലുള്ള ചെറിയ ആണി ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ വേണ്ടി വരും. വലിയ ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാകും. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 250 ml കപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ പൊടി അളന്നെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ജീരകത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ പൊടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് പൊടി എടുക്കുമ്പോൾ 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് കണക്കായിരിക്കും. ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് അരച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് പൊടി അടിയിൽ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ഇതുപോലുള്ളൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊടി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഗ്ലാസ്സിലാണ് പൊടിയൊക്കെ അളന്നെടുത്തതെന്നുണ്ടെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കാം. ആദ്യം നമ്മൾ അരിപ്പൊടി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പം ഇതിലേക്ക് മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് മുന്നേ തന്നെ അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ശർക്കരപ്പാനി അതിലേക്ക് നല്ല ചൂടോട് കൂടെയാണ് ഒഴിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല ആരെടുത്ത കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ല ചൂടോടുകൂടെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടെ ഈ മിക്സിലേക്ക് ഒഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഈ ഒരു സമയത്ത് 2 നുള്ളു ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അധികം തിക്കും അല്ല, ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഈ കുക്കറിലാണിത് റെഡിയാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ കുക്കറൊന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ചെറിയുള്ളി ചേർക്കുന്ന സമയത്താണ് കലത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്.
അപ്പോൾ ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. കുക്കർ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഈ സൈഡിലൂടെയൊക്കെ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുന്നത് കാണാം. 1 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെയാണ് അടുപ്പ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതൊരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നത് കാണാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ആവി നന്നായിട്ട് ചൂടുള്ള ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ആവി പുറത്തേക്ക് വരുന്നത് കാണാം. നല്ല ചൂടുള്ള ആവി പുറത്തേക്ക് ഇതുപോലെ വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ആവി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത സമയത്ത് തന്നെ കുക്കർ തുറക്കരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴാണ് ഇത് പാകത്തിന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കലത്തപ്പത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ അതുപോലെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും വേണ്ട. അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്